The scope of education psychology, the part 2. The learning experience. In education psychology help to deciding what learning experience are desirable. ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എന്തൊക്കെ ഡിസൈഡ് ചെയ്യുന്ന എന്തൊക്കെ പഠിക്കണം ലേണിംഗ് ദി എക്സ്പീരിയൻസ് ആർ ഡിസൈറബിൾ, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തൊക്കെ പഠിക്കണം. ആൻഡ് വാട്ട് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലേണർ, സോ that these experience could be acquired with great ease and satisfaction. അതിൽ കൂടെ നമുക്ക് ഗ്രോത്തും കിട്ടും, നമുക്ക് വളർച്ചയും അതിൻ്റെ ഡെവലപ്മെൻറ്റ് വികസനത്തും ഒക്കെ ഉണ്ടാവും ഓഫ് ദീസ് എക്സ്പീരിയൻസിലൂടെ. acquired with a great essence of satisfaction, കൂടെ സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവും. ഇൻ ദിസ് ഏരിയ ദ എഡ്യൂക്കേഷൻ സൈക്കോളജി ആസ് എ സബ്ജക്റ്റ് മാറ്റർ, ഒരു സബ്ജക്റ്റ് മാറ്ററാണ്. അത് ഡീൽ ചെയ്യുന്നത് എന്താ, ദി നോളേജ് ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദി സൈക്കോളജി. ഇത് ഫെസിലിറ്റേറ്റ് ദി സെലക്ഷൻ ഓഫ് എ ഡിസൈറബിൾ ലേണിംഗ് എക്സ്പീരിയൻസ് ഫോർ ദി ലേണർ. അത് ലേണിംഗ് എക്സ്പീരിയൻസ് കിട്ടും ആർക്ക്, അത് ലേണറിന്. ദി നെക്സ്റ്റ് പോയിന്റ് ഈസ് ദ ലേണിംഗ് പ്രോസസ്, ദാറ്റ് ഈസ് എ തേർഡ്. After knowing the learner and deciding what learning experience are to be provided, ഇതിന് ശേഷം ലേണിംഗ് പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത് എമർജിങ് പ്രോബ്ലം ടീസ് ടു ഹെൽപ്പ് ലേണർ അക്വയറിങ് ദി എക്സ്പീരിയൻസ് വിത്ത് ഈസ് ആൻഡ് കൺവീനിയൻസ് ചെയ്യും ആൻഡ് ഈസ് ആൻഡ് കൺവീനിയൻസ്. Therefore around Piaget says that എഡ്യൂക്കേഷൻ സൈക്കോളജി ഡീൽ ചെയ്യുന്നത് നേച്ചർ ഓഫ് ലേണിംഗ്, ഒരു നേച്ചറാണ് അല്ലേ, and how it take place, and it contains the topics such as laws, principles and theories, and learning and motivation and transfer of learning, remembering, forgetting, perceiving, concepting, formation, thinking and reasoning process and problem solving. ഈ ലേണിംഗ് പ്രോസസ്സ് ഏതൊക്കെയാണ് വരുന്നത്, ലേണിംഗ് പ്രോസസ്സ് ചെയ്യുന്നത് ഒരു ലേണിങ്ങിന് മോട്ടിവേഷൻ തരും, ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ട്രാൻസ്ഫർ ദാറ്റ് ഈസ് മീൻസ് ഒരാളിൽ നിന്ന് മറ്റൊരാൾ പഠിപ്പിക്കാനുള്ള ഒരു കഴിവ്. റിമെമ്പറിങ് ആൻഡ് ഫോർഗെറ്റിംഗ് ആൻഡ് പെർസീവിങ്, കൺസെപ്റ്റുകൾ ഫോർമേറ്റ് ചെയ്യാൻ, ഉണ്ടാക്കി കൊടുക്കാൻ, ആൻഡ് തിങ്ക് ചെയ്യാനും, എന്തൊക്കെ ചിന്തിക്കാനുള്ള കഴിവും, ആൻഡ് പ്രോബ്ലം സോൾവിങ് എക്സെട്ര. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ളതെല്ലാം ഈ ലേണിങ്ങിലൂടെയാണ് കഴിയുന്നത്. Got it? Okay. The learning situation. The next one, it is a fourth one. This is a focal area of the education psychology. ഇത് ഡീൽ ചെയ്യുന്ന എന്താ, ഇറ്റ്സ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആൻഡ് ലേണിംഗ് സിറ്റുവേഷൻ വിച്ച് കം മിഡ്വേ ബിറ്റ്വീൻ ദി ലേണർ. ഇതൊരു ലേണിംഗ് സിറ്റുവേഷൻ എങ്ങനെയാണ്, ഒരു ലേണറിൻ്റെ സിറ്റുവേഷൻ ഉണ്ടാവുന്നതിൽ അതിൽ ലേണർ ആൻഡ് ടീച്ചർ അവർ രണ്ടുകളും കൂടിയാണ് ലേണിംഗ് സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. അതായത് ഒരു ടോപ്പിക് കൊടുക്കുമ്പോൾ ദി ക്ലൈമറ്റ് ആൻഡ് ദി ഗ്രൂപ്പ് ഡൈനാമിക്സ്, ടെക്നിക്സ് ആൻഡ് എയ്ഡ്സ് വിച്ച് ഫെസിലിറ്റേറ്റ് ലേണിംഗ് ദി ലേണർ സിറ്റുവേഷൻ ഇവാലുവേഷൻ ചെയ്യും, ആൻഡ് ടെക്നിക് ആൻഡ് പ്രാക്ടീസസ് ആൻഡ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എക്സെട്ര വിച്ച് ഹെൽപ്പ് ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ആർ സ്റ്റഡി ഇൻ ദിസ് സെക്ഷൻ. അതായത് ഇത് ലേണിംഗ് സിറ്റുവേഷൻ പറയുന്നത് ഇതിൽ ഇറ്റ് ഈസ് ദി ഫാക്ടർ ലേണിംഗ് സിറ്റുവേഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ലേണിംഗ് സിറ്റുവേഷൻ എടുക്കുന്നത് അത് മിഡ് വേ ബിറ്റ്വീൻ ലേണറും ടീച്ചറും കൂടിയാണ് ലേണിംഗ് സിറ്റുവേഷൻ ഉണ്ടാവുക. അത് ടോപ്പിക്ക് എങ്ങനെയായിരിക്കും, ദി ക്ലാസ് റൂം ഡൈനാമിക്സ്, ടെക്നിക്ക് ഉണ്ടാവും, അതായത് ഓരോ ടെക്നിക്സുകൾ ഉണ്ടാവും, എൻ്റെ ടീച്ചർ ഓരോ എയ്ഡ്സ് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുവരും ഫസ്റ്റിലെ ലേണിങ്ങിന്. അതും ലേണിംഗ് സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കും. അതിന് സിറ്റുവേഷന് ശേഷം അത് ഇവാലുവേറ്റ് ചെയ്യും, എങ്ങനെയൊക്കെയാണ് വന്നത് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യും, ആൻഡ് ടെക്നിക്സ് ആൻഡ് പ്രാക്ടീസ് ചെയ്യും, എങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഉള്ളത് ടെക്നിക് ആൻഡ് പ്രാക്ടീസ്, ആൻഡ് അതിനുള്ള ഒരു ഗൈഡൻസ് കൊടുക്കും. ആർക്ക്, ടീച്ചേഴ്സ് ലേണേഴ്സിനാണ് ഗൈഡൻസ് കൊടുക്കുക, ആൻഡ് കൗൺസിലിംഗ് എക്സെട്ര. ഇത് ഹെൽപ്പ് ഇറ്റ് ഈസ് ഹെൽപ്പ് ടു സ്മൂത്ത് ഫങ്ഷനിങ്, അതായത് ഒരു സ്മൂത്ത് ഫങ്ഷനിങ് ഉണ്ടാക്കും ആർക്ക്, ടീച്ചേഴ്സും ലേണേഴ്സും തമ്മിൽ. ലേണേഴ്സ് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ്, അതേപോലെ ടീച്ച് സ്മൂത്തനിങ് ഫങ്ഷനിങ് കൊടുക്കും ലേണിംഗ് പ്രോസസ് സ്റ്റഡി ഇൻ ദിസ് സെലക്ഷൻ.